റൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ശാലി സിജി. നമ്മൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട് ചെറിയൊരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ട് പിറ്റേ ദിവസം തുടങ്ങി പനി പിടിച്ചതാണ്. വൈറൽ ഫീവർ ആയിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസ്റ്റും ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ഓക്കെ ആയി. നല്ല തൊണ്ടയ്ക്കൊക്കെ പ്രശ്നങ്ങളായിരുന്നേ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഓക്കെ ആയി വീഡിയോ ഒക്കെ ചെയ്യാന്നുള്ള രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കും കൈക്കൊരു പ്രശ്നം വന്നു. എന്താണെന്നറിയത്തില്ല, മീൻ്റെ മുള്ളെന്തെങ്കിലും കൊണ്ടതാണോ അതോ എന്തെങ്കിലും പ്രാണി കൊത്തിയതാണെന്ന് അറിയില്ല. നല്ല വേദനയും നീരും നന്നായിട്ട് പസ്സൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം കൈക്ക് നല്ല വേദനയാണ്. നല്ല വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത വേദനയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓർഡർ വരുമ്പോഴത്തേക്കും അതനുസരിച്ച് നമ്മൾക്ക് റെസ്റ്റ് ഇല്ലാതെ ആവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാനത് വീഡിയോ ഇങ്ങനെ ചെറിയൊരു വീഡിയോ ആയിട്ട് വേഗം ചെയ്യുവാണ്. കാരണം ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാവർക്കും പേഴ്സണൽ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഒത്തിരി പേർക്ക് ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് വേഗം ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതെല്ലാം കഴിഞ്ഞു ഓക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് നന്നായിട്ടൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ചൊക്കെ റെസ്റ്റ് തരാനായിരിക്കും ദൈവം ആഗ്രഹിക്കണേ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചൊക്കെ പ്ലാൻസുകൾ നമ്മൾ കാറ്റലോഗിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 കോംബോ മാത്രമേ കാണിക്കുന്നുള്ളൂ. ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ടേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ 2 കോംബോയിൽ ആദ്യത്തെ കോംബോ എന്ന് പറയുമ്പോൾ നമ്മൾ ബിഗോണിയയുടെ കോംബോയാണ്. ഈ ഒരു സൈസിലുള്ള ഈ ഒരു വെറൈറ്റി കേട്ടോ. ഇങ്ങനെ അങ്ങനെയുള്ള ഒരു ഇതാണ് ഇങ്ങനെയായിട്ടിരിക്കുന്നത് കേട്ടോ. അതിൽ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. നിങ്ങൾക്ക് അവിടെ വരുമ്പോഴത്തേക്കും മാറ്റിയൊക്കെ നടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇതിലേക്ക് ഇങ്ങനെ തന്നെ നട്ടിട്ട് ഒന്ന് ആരോഗ്യമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും മാറ്റി തിരിച്ചൊക്കെ അങ്ങനെ നട്ടുപിടിപ്പിക്കാം. പിന്നെ നിങ്ങൾക്കറിയാലോ, ലീഫ് പ്രൊപ്പഗേഷൻ നന്നായിട്ട് പറ്റുന്ന പ്ലാന്റ് ആണല്ലോ ബിഗോണിയ. അതുകൊണ്ട് ഞാൻ വാടിയിരിക്കുന്ന ഇലകളൊന്നും മാറ്റുന്നില്ല കേട്ടോ. താഴത്തെ ഇലകൾക്കൊക്കെ ചിലപ്പോൾ ഒരു വാടൽ ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും ഞാൻ മാറ്റണില്ല. അത് നിങ്ങൾക്ക് അവിടെ വരുമ്പോഴത്തേക്കും കൊക്കോപീറ്റിലേക്ക് എന്തെങ്കിലും കുത്തി വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ പ്ലാന്റുകളായിട്ട് വന്നോളും. പിന്നെ അതുമല്ല, ബിഗോണിയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നല്ലോണം നനവ് ആവശ്യമാണ് കേട്ടോ. ചിലവർ പറയും നനവിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. പക്ഷെ നന്നായിട്ട് ബിഗോണിയ പ്ലാന്റിന് നന്നായിട്ട് നനവ് വേണം നമുക്ക്. അപ്പം അതനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇലകളൊക്കെ നട്ടുപിടിപ്പിക്കുമ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആയതുകൊണ്ടേ നല്ലോണം നനവ് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ചു വന്നോളൂ കേട്ടോ. 1 മാസത്തിനുള്ളിലൊക്കെ പ്ലാന്റുകളൊക്കെ ആയിട്ട് വന്നോളും. ഇങ്ങനെയാണ് കേട്ടോ ഈ 2 സൈസുകൾ. അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ 350 ആണ് റേറ്റ് വരുന്നത്. 350 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ. നമ്മൾ ഈ പ്ലാന്റുകൾ ഈ ആഴ്ച തന്നെ അയക്കും കേട്ടോ. ഒത്തിരി നീണ്ടു പോവില്ല. ബാക്കിയൊക്കെ ഉള്ളത് ബിഗോണിയൊക്കെ ഈ ആഴ്ച തന്നെ നമ്മൾ അയച്ച് തീർക്കും കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സാൻസവേരിയയുടെ ചെറിയ പ്ലാന്റുകളുടെ മിനിയേച്ചർ വെറൈറ്റിയുടെ കോംബോയാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് മാർജിനാറ്റ. ഇത് ഈ പ്ലാന്റ് ആണ്. നമ്മൾ പോട്ട് സൈഡായിരിക്കും കേട്ടോ. ചെറിയ പ്ലാന്റുകളൊക്കെയാണല്ലോ. ഇത് മിനിയേച്ചർ വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ പോട്ട് സൈഡായിരിക്കും കേട്ടോ വിടുന്നത്. നമ്മൾ കൂടുതൽ ഒത്തിരിയൊക്കെ നമ്മൾ കോംബോ കാണിക്കുമ്പോൾ 8ഉം 9ഉം വെറൈറ്റികളൊക്കെ വെച്ചിട്ട് നമ്മൾ കോംബോ കാണിക്കുമ്പോൾ നമുക്ക് പോട്ടുകൾ വിടാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇതിലിപ്പോൾ കാണിക്കുന്ന 2 വെറൈറ്റിയാണ് നമ്മുടെ ഈ കോംബോയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പോട്ട് വലിയ പ്രശ്നമില്ല. ഇങ്ങനത്തെ പോട്ടുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും കൊക്കോപീറ്റിലാണ് ഇവിടുത്തെ പ്ലാന്റുകൾ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് യോജിച്ച രീതിയിലുള്ള പോട്ടി മിക്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് നടാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ കൊക്കോപീറ്റും പെർലൈറ്റും പിന്നെ മറ്റേ കരിയുടെ ചെറിയ മിക്സുകളും പിന്നെ കൊക്കോ ചിപ്സുകളൊക്കെ ചേർത്തിട്ട് പിന്നെ ക്ലേ ബോൾസിൻ്റെ പൊടിച്ച് ചേർത്ത് പിന്നെ അങ്ങനെയൊക്കെയുള്ള പൊട്ടി മിക്സ് ചേർത്തിട്ട് വെയ്റ്റ്ലെസ് ആയിട്ട് നമ്മൾ നടുവല്ലേ, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് നടാം. അല്ലെങ്കിൽ മണ്ണിൽ നട്ടുപിടിപ്പിക്കുക കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾ നട്ടതിന് ശേഷം പുറത്ത് വെക്കുക. ഏത് പ്ലാന്റും പുറത്ത് വെച്ച് ഒന്ന് ഓക്കെ ആയതിന് ശേഷം യഥാസ്ഥാനത്തേക്ക് മാറ്റുക കേട്ടോ. പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സ്റ്റാർ ആൻഡ് സ്ട്രൈപ്പ് ആണ്. ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ. ഒരു ഇതിൻ്റെ ഈ ഒരു ലീഫ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ കറക്റ്റ് പാറ്റേൺ. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഇത് വരുന്നത് കേട്ടോ. സ്റ്റാർ ആൻഡ് സ്ട്രൈപ്പ് എന്നാണ്. 2 പ്ലാന്റുകളും ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ 250 ആണ് റേറ്റ് വരുന്നത്. 250 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളൊരു മെസ്സേജ് ചെയ്തോളൂ. ബാക്കി കുറച്ച് സാൻസവേരി വെറൈറ്റി നമ്മൾ കുറച്ച് അധികമില്ല, കുറച്ച് വെറൈറ്റികൾ നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ എടുത്തൊക്കെ കാണിക്കാൻ നല്ല വേദന സഹിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എടുത്തൊക്കെ കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് വലിയ പോട്ടുകളൊന്നും കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ആഴ്ച തന്നെ വേഗം തന്നെ അയച്ചു തീർക്കാം കേട്ടോ. ഈ ആഴ്ച വരെയുള്ള ദിവസങ്ങളിൽ അയക്കാം. പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴി നമ്മൾ പ്ലാൻസുകൾ അയക്കാമല്ലോ.
പിന്നെ എന്താ പറയാൻ വന്നേ, പോട്ടുകൾ ബിഗോണിയയ്ക്ക് പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ. ബിഗോണിയയുടെ പോട്ടി മിക്സ് വരുന്നത് ഒരു പെർലൈറ്റും പിന്നെ ഒരു കൊക്കോ ചിപ്സും കൊക്കോ പീറ്റും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു പോട്ടി മിക്സിലാണ് വരുന്നത് കേട്ടോ. ഞാനൊന്ന് എടുത്ത് കാണിക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ പോട്ടി മിക്സ് വരുന്നത്. നല്ല വേദന. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പോട്ടി മിക്സ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പോട്ടി മിക്സ് കൊടുത്തിട്ട് നടാം, അല്ലെങ്കിൽ നമുക്ക് മണ്ണിലേക്ക് നടാം കേട്ടോ. കൂടുതൽ ഞാൻ കണ്ടേക്കുന്നത് കൊക്കോ പിറ്റൊക്കെ ചേർന്നിട്ടുള്ള പോട്ടി മിക്സ്, ഇങ്ങനെ പെർലൈറ്റൊക്കെ ചേർത്തിട്ടുള്ള ഒരു പോട്ടി മിക്സ് നല്ലോണം നനവ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചെടികൾ പിടിച്ച് വരുന്നുണ്ട്. മഴക്കാലത്ത് മഴ കൊള്ളിച്ച് തന്നെ ഇരുന്നോട്ടെ, ഒരു പ്രശ്നമില്ല. കുറച്ച് വെയിൽ കൊണ്ടുവന്ന് വെച്ചും പ്രശ്നമില്ല. ഒത്തിരി നമ്മൾ കെയർ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ചീത്തയായി പോകുന്നത്. അല്ലാണ്ട് മഴക്കാലത്തൊക്കെ മഴ കൊണ്ടുവന്ന് വെച്ച് ബിഗോണിയയ്ക്കൊന്നും ഒരു കംപ്ലൈൻറ്റ് വരത്തില്ല കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ചിലവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ വരില്ല. പക്ഷെ ഞാൻ മഴയത്താണ് എല്ലാം വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതനുസരിച്ചുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി കാറ്റലോഗ് കാണാനായിട്ട് ഞാൻ പറഞ്ഞിട്ട് കുറച്ച് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഡിഷീരിയ വെറൈറ്റികളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഞാൻ റിപ്ലൈ തന്നേക്കാം. പിന്നെ എന്താ പറയാൻ വന്നേ, പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അഡ്രസ്സും കൂടെ അയക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോഴാണ് ഞാൻ ടോട്ടൽ എമൗണ്ടൊക്കെ ഇട്ട് തന്നേക്കാമേ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.